വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 2ാം ക്ലാസ്സിലെ യൂണിറ്റ് 4 ചാപ്റ്റർ 2 പാഠമാണ്. ഈ പാഠത്തിൻ്റെ പേര് മൈ നെയിം എന്നാണ്. ലെറ്റ് us read. നമുക്ക് വായിക്കാം. മൈ നെയിം. Once there was a little fly. Once there was a little fly. ഒരിക്കൽ ഒരിടത്തൊരു ചെറിയ ഈച്ചയുണ്ടായിരുന്നു. എ ലിറ്റിൽ ഫ്ലൈ, ചെറിയ ഈച്ച. വൺ ഡേ ഹീ കുഡ് നോട്ട് റിമെമ്പർ ഹിസ് നെയിം. ഒരു ദിവസം വൺ ഡേ ഹീ കുഡ് നോട്ട് റിമെമ്പർ ഹിസ് നെയിം. അവൻ്റെ പേര് ഓർക്കാൻ കഴിഞ്ഞില്ല. ഹീ കുഡ് നോട്ട് റിമെമ്പർ ഹിസ് നെയിം മീൻസ് അവൻ്റെ പേര് ഓർക്കാൻ കഴിഞ്ഞില്ല. ഹീ ട്രൈഡ് ആൻഡ് ട്രൈഡ്. അവൻ പരിശ്രമിച്ചു, ഒത്തിരി പരിശ്രമിച്ചു. ഹീ ട്രൈഡ് ആൻഡ് ട്രൈഡ്. എന്തിനാ? ടു റിമെമ്പർ ഇറ്റ്, അത് ഓർക്കാൻ വേണ്ടിയിട്ട്. ഹീ ട്രൈഡ് ആൻഡ് ട്രൈഡ് ടു റിമെമ്പർ ഇറ്റ്. പേര് ഓർത്തെടുക്കാനായിട്ട് അവൻ ഒത്തിരി പരിശ്രമിച്ചു. ബട്ട് ഇറ്റ് വാസ് നോ ഓഫ് യൂസ്. പക്ഷേ അതിന് ഫലമൊന്നും ഉണ്ടായില്ല, യാതൊരു ഫലവും ഉണ്ടായില്ല. കണ്ടില്ലേ ആ ഈച്ചയുടെ പടം കണ്ടോ? അവൻ ആലോചിക്കുക, അവൻ്റെ പേര് മുകളിലോട്ട് നോക്കിയിട്ട് ആലോചിക്കുന്നുണ്ടോ? അവൻ്റെ പേരാണ് ആലോചിക്കുന്നത് കേട്ടോ. അടുത്തത് നോക്കിയേ. ഹീ ഹാഡ് ഫൊർഗട്ടൺ ഹിസ് നെയിം. അവൻ്റെ പേര് മറന്നുപോയി. ഹി ഹാഡ് ഫൊർഗട്ടൺ ഹിസ് നെയിം. അവൻ്റെ പേര് മറന്നുപോയിരുന്നു. ഹി ആസ്ക്ഡ് ആൻ ആൻറ്റ്. ഒരു ഉറുമ്പിനോട് ചോദിച്ചു. ഹി ആസ്ക്ഡ് ആൻ ആൻറ്റ്. അവൻ ഒരു ഉറുമ്പിനോട് ചോദിച്ചു. ആൻറ്റ് എന്താണ്? ആൻറ്റ് ഉറുമ്പാണ്. ആൻഡ് ഡു യു നോ മൈ നെയിം. ഉറുമ്പേ, നിനക്കെൻ്റെ പേരറിയാമോ? ഡു യു നോ മൈ നെയിം. നിനക്കെൻ്റെ പേരറിയാമോ? ആരാ ചോദിച്ചത്? ഫ്ലൈ ആണ് ചോദിച്ചത്. ആരോടാ ചോദിച്ചത്? ഉറുമ്പിനോടാ ചോദിച്ചത് കേട്ടോ. അപ്പോൾ ഉറുമ്പെന്താ പറഞ്ഞത്? ഡാൻസർ. ഉറുമ്പ് പറഞ്ഞു, ഐ ഡോണ്ട് നോ. എനിക്കറിയില്ല. യു മേ ആസ്ക് ദ ട്രീ ഐ ക്ലൈം. ഞാൻ കയറുന്ന മരത്തിനോടൊന്ന് ചോദിച്ചു നോക്കിക്കേ എന്ന് പറഞ്ഞു. 3ാമത്തെ പടം കണ്ടില്ലേ? ഒരു മരം, മരത്തിൻ്റെ ചുവട്ടിലൊരു പശു കിടക്കുന്നു. ഈച്ച അവിടെ ചോദിക്കാൻ പോവുക. നമുക്ക് നോക്കാം. ദ ഫ്ലൈ സെഡ്, ഡിയർ ട്രീ ഡു യു നോ മൈ നെയിം. ഫ്ലൈ എന്താ പറഞ്ഞത്? ദ ഫ്ലൈ സെഡ്, ഡിയർ ട്രീ, പ്രിയമുള്ള മരമേ, അല്ലേ പ്രിയമുള്ള വൃക്ഷമേ, ഡു യു നോ മൈ നെയിം, നിനക്കെൻ്റെ പേരറിയാമോ എന്നാ ചോദിച്ചത്. ഫ്ലൈ ചോദിച്ചു. ദ ഫ്ലൈ സെഡ്, ഡിയർ ട്രീ ഡു യു നോ മൈ നെയിം, നിനക്കെൻ്റെ പേരറിയാമോ പ്രിയപ്പെട്ട മരമേ എന്നാണ് ചോദിച്ചത്. ദ ട്രീ സെഡ്, മരം പറഞ്ഞു, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. യു മേ ആസ്ക് ദ കൗ സ്ലീപ്പിംഗ് ഇൻ മൈ ഷെയ്ഡ്. അപ്പോഴേ ആ താഴെ ഒരു പശു കിടക്കില്ലേ, അത് ഉറങ്ങുക. അതിനോട് ചോദിക്കാൻ പറഞ്ഞു. ദ ട്രീ സെഡ്, മരം പറഞ്ഞു, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. യു മേ ആസ്ക് ദ കൗ സ്ലീപ്പിംഗ് ഇൻ മൈ ഷെയ്ഡ്, എൻ്റെ തണലത്ത് കിടന്നുറങ്ങുന്ന ആ പശുവിനോടൊന്ന് ചോദിക്കാൻ പറഞ്ഞു. ഈച്ച എന്ത് ചെയ്തു നോക്കാം. ദ ഫ്ലൈ വെൻറ്റ് നിയർ ദ കൗ. ഫ്ലൈ എന്ത് ചെയ്തു? ഇറ്റ് വെൻറ്റ് നിയർ ദ കൗ. അത് പശുവിൻ്റെ അടുക്ക ചെന്നു. ആൻഡ് ആസ്ക്ഡ്, അതിനോട് ചോദിച്ചു. ഡിയർ കൗ ഡു യു നോ മൈ നെയിം. പ്രിയമുള്ള പശുവേ, നിനക്കെൻ്റെ പേരറിയാമോ? ഡിയർ കൗ ഡു യു നോ മൈ നെയിം, നിനക്കെൻ്റെ പേരറിയാമോ? ദ കൗ സെഡ്, പശു പറഞ്ഞു, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. യു മേ ആസ്ക് ദ ഗ്രാസ് ഐ ഈറ്റ്. ഞാനേ കഴിക്കുന്ന പുല്ലുണ്ടല്ലോ, അതിനോടൊന്ന് ചോദിച്ചേക്ക്. യു മേ ആസ്ക് ദ ഗ്രാസ് ഐ ഈറ്റ്. ഞാൻ കഴിക്കുന്ന പുല്ലുണ്ടല്ലോ അവിടെ, അതിനോടൊന്ന് ചോദിക്കാൻ പറഞ്ഞു. ദ ഫ്ലൈ വെൻറ്റ് ദ ഗ്രാസ്. കണ്ടില്ലേ, പറന്നുപോയി പുല്ലിനൊക്കെ പോവുകയാണ്. ദ ഫ്ലൈ വെൻറ്റ് ദ ഗ്രാസ് ആൻഡ് ആസ്ക്ഡ്. പുല്ലിനോട് ഇന്ന് ചോദിക്കുക. ഡിയർ ഗ്രാസ്, പുല്ലിനോട് ചോദിക്കുക, പ്രിയമുള്ള പുല്ലേ, ഡു യു നോ മൈ നെയിം, നിനക്കെൻ്റെ പേരറിയാമോ? ദ ഗ്രാസ് സെഡ്, പുല്ലെന്താ പറഞ്ഞത്? ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. യു മേ ആസ്ക് ദ ലീവ്സ് ഫോളൻ ഓൺ മീ. എൻ്റെ മേത്തോട്ട് വീണെടുക്കുന്ന, എൻ്റെ മുകളിൽ വീണെടുക്കുന്ന ഇലകളില്ലേ, ആ ഇലയോട് ചോദിക്കാൻ പറഞ്ഞു. യു മേ ആസ്ക് ദ ലീവ്സ് ഫോളൻ ഓൺ മീ. നോക്കി ആ പാർത്തി കണ്ടില്ലേ, പുല്ലിൻ്റെ മുകളിലോട്ട് ഇലയൊക്കെ വീണെടുപ്പുണ്ട്, അതിനോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഫ്ലൈ എന്ത് ചെയ്യുമെന്ന് നോക്കാം. ദ ഫ്ലൈ ആസ്ക്ഡ് എ ലീഫ് ഫോളൻ ഓൺ ദ ഗ്രാസ്. ഫ്ലൈ ആസ്ക്ഡ് എ ലീഫ്, ഒരു ഇലയോട് ചോദിച്ചു. ഇലയോട് കിടക്കുന്നത്? ഇറ്റ് ഈസ് ഫോളൻ ഓൺ ദ ഗ്രാസ്, പുല്ലേ വീണ് കിടക്കുന്ന, അതിനോട് ചോദിച്ചു. ഡിയർ ലീഫ് ഡു യു നോ മൈ നെയിം. പ്രിയപ്പെട്ട ഇലേ,
നിനക്കെൻ്റെ പേരറിയാമോ? ദ ലീഫ് വാസ് അബൌട്ട് ടു ആൻസർ. ഇല ഉത്തരം പറയാൻ അങ്ങോട്ട് തുടങ്ങുകയായിരുന്നു. ഈ വാസ് അബൌട്ട് ടു ആൻസർ, ഉത്തരം പറയാൻ തുടങ്ങുകയായിരുന്നു. വെൻ ദ വിൻഡ് ബ്ലൂ, അപ്പോഴാണ് കാറ്റ് വീശിയത്. ഒരു കാറ്റടിച്ചു. ലീഫ് ബിഗാൻ ടു ഫ്ലൈ, ഇല അങ്ങ് പറക്കാൻ തുടങ്ങി. ലീഫ് ബിഗാൻ ടു ഫ്ലൈ, ഇല കാറ്റത്തെ പറന്നു പോകാൻ തുടങ്ങി. സീയിങ് ദിസ്, ഇത് കണ്ടിട്ട് ദ ഫ്ലൈ റിമെമ്പേർഡ് ദിസ് നെയിം, അപ്പോഴാണ് ഫ്ലൈ തൻ്റെ പേര് ഓർത്തത്. അല്ലേ, അവൻ്റെ പേര് ഫ്ലൈ എന്നാണ്. മൈ നെയിം ഈസ് ഫ്ലൈ, ഓ എൻ്റെ പേര് ഫ്ലൈ എന്നാണ്. മൈ നെയിം ഈസ് ഫ്ലൈ, എൻ്റെ പേര് ഫ്ലൈ എന്നാണ്. ഹീ സെഡ് ഹാപ്പിലി, അവൻ സന്തോഷത്തോടു കൂടി പറഞ്ഞു. അവനവൻ്റെ പേരോർത്തില്ലേ, ആ സന്തോഷത്തോടു കൂടി അവൻ പറഞ്ഞു, മൈ നെയിം ഈസ് ഫ്ലൈ, മൈ നെയിം ഈസ് ഫ്ലൈ. ഹീ സെഡ് ഹാപ്പിലി. ഇനി നമുക്ക് ആ ന്യൂ വേർഡ്സ് ഒക്കെ നോക്കാം. കണ്ടില്ലേ താഴെ കൊടുക്കുന്നത്? ലിറ്റിൽ മീൻസ് ചെറിയ. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ? LITTLE, ലിറ്റിൽ ചെറിയ. ആൻഡ് ഉറുമ്പ്, AND, ആൻഡ്. ഷെയ്ഡ് തണൽ, ഷെയ്ഡ് തണൽ. ഡിയർ പ്രിയപ്പെട്ട, ഡിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിയപ്പെട്ട. ഗ്രാസ്, ഗ്രാസ് എന്ന് പറഞ്ഞാൽ പുല്ല്, ഗ്രാസ് പുല്ല്, തൃണം എന്നൊക്കെ പറയും. വിൻഡ് കാറ്റ്, വിൻഡ് എന്താണ്? കാറ്റ്. റിമെമ്പേർഡ് ഓർമ്മിച്ചു, റിമെമ്പേർഡ് മീൻസ് ഓർമ്മിച്ചു. ഇനി നമുക്ക് സൈറ്റ് വേർഡ്സ് എന്ന് പറഞ്ഞ് നോക്കാം. ഹിസ്, കണ്ടില്ലേ? HIS, ഹിസ് മീൻസ് അവൻ്റെ. ഇറ്റ് ഈസ് ഹിസ് പെൻ, അത് അവൻ്റെ പേനയാണ്. ഡു യു, നിങ്ങൾക്കെന്ന് പറയാം. ഡു യു നോ മൈ നെയിം, നിങ്ങൾക്കതിന് പേരറിയാമോ? ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത്. ഇറ്റ്സ് എ ബുക്ക്, ഇതൊരു ബുക്കാണ്. മൈ എൻ്റേത്. വൺ ഒന്ന്. വെൻ എപ്പോൾ. അബൌട്ട് എന്തിനെങ്കിലും കുറിച്ച് പറയുമ്പോഴാണ്. രാധ ബിഗാൻ ടു സ്പീക്ക് അബൌട്ട് ആൻ എലിഫൻറ്റ്. രാധ ഒരു ആനയെക്കുറിച്ച് പറയാൻ തുടങ്ങി. രാധ ബിഗാൻ ടു സ്പീക്ക് അബൌട്ട് ആൻ എലിഫൻറ്റ്. അപ്പോൾ അബൌട്ട് എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി, അതിനെക്കുറിച്ച് എന്നൊക്കെ കാണിക്കാനായിട്ടാണ് അബൌട്ട് ചേർക്കുന്നത്. അടുത്തത് ന്യൂ വേർഡ്സ് ആണ്. ലിറ്റിൽ ചെറിയ. ആൻഡ് എന്ന് പറഞ്ഞാൽ ഉറുമ്പ്. ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ തണൽ. ഡിയർ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട. ഗ്രാസ് എന്ന് പറഞ്ഞാൽ പുല്ല്. വിൻഡ് കാറ്റ്, കാറ്റ്. റിമെമ്പേർഡ് ഓർമ്മിച്ചു, അല്ലേ? ഇനി ലെറ്റ് us സ്പീക്ക്. ഹൗ ഡിഡ് ദ ഫ്ലൈ ഫൈൻഡ് ഹിസ് നെയിം? എങ്ങനെയാണ് ഫ്ലൈ തൻ്റെ പേര് കണ്ടുപിടിച്ചത്? ദ ഫ്ലൈ ഫൗണ്ട് ഹിസ് നെയിം by asking a leaf fallen on the grass. A wind blew and the leaf began to fly. Then he remembered his name. If you forget your name, whom would you ask? നിങ്ങളുടെ പേര് മറന്നുപോയാൽ നിങ്ങൾ ആരോട് ചോദിക്കും? If I forget my name, I would ask my parents. ഞാൻ എൻ്റെ രക്ഷകർത്താക്കളോട് ചോദിക്കും. Let us listen. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. Your teacher will take you to the school garden. ടീച്ചർ നിങ്ങളെ സ്കൂൾ ഗാർഡനിലേക്ക് കൊണ്ടുപോകും. ഓർ ഗ്രൗണ്ട്, അല്ല ഗ്രൗണ്ടിൽ കൊണ്ടുപോകും. സിറ്റ് ഡൗൺ അണ്ടർ എ ട്രീ. മരത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ടോ. ക്ലോസ് യുവർ ഐസ്, നിങ്ങൾ കണ്ണടയ്ക്കുക. സിറ്റ് ക്വയറ്റ്ലി ആൻഡ് ലിസൺ. അങ്ങനെ നിശബ്ദമായിട്ടിരുന്നുകൊണ്ട് ശ്രദ്ധിക്കുക. വാട്ട് ഡു യു ഹിയർ? നിങ്ങൾ എന്താ കേൾക്കുന്നത്? ക്യാൻ യു റെക്കഗ്നൈസ് ദ സൗണ്ട്സ്? നിങ്ങൾക്ക് ഈ ശബ്ദങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ഡിസ്കസ് വിത്ത് യുവർ ടീച്ചർ. നിങ്ങളുടെ ടീച്ചറുമായിട്ടൊന്ന് ചർച്ച ചെയ്യുക. ആൻഡ് യുവർ ക്ലാസ്മേറ്റ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്മേറ്റിനോടും. ആ പടം കണ്ടില്ലേ? ഒരു പയ്യൻ ആ മരത്തിൻ്റെ ചുവട്ടി കണ്ണടച്ചിരുന്നുകൊണ്ട് സൗണ്ടൊക്കെ ശ്രദ്ധിക്കുക. മോളിൽ പക്ഷികൾ ചിലയ്ക്കുന്നത് കേൾക്കാം, അപ്പുറത്തൊരു പൂച്ച കരയുന്നത് കേൾക്കാം, ഒരു കുരുവി ചിലയ്ക്കുന്നത് കേൾക്കാം, അതൊക്കെ കേൾക്കാം. അപ്പം നമുക്ക് അതാ ഇവിടെ പറയുന്നത് കേട്ടോ. നമുക്കിനി അടുത്ത് നോക്കാം. ബി, ക്യാൻ യു മേക്ക് ദ ഫോളോവിങ് സൗണ്ട്സ്? ഈ സൗണ്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? കോ ലൈക്ക് എ ക്രോ, ഒരു കാക്കയെ പോലെ കോവിങ് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ചെർപ്പ് ലൈക്ക് എ സ്പാരോ, ഒരു കുരുവിയെ പോലെ ചെർപ്പിംഗ് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? കുരുവി ചിലയ്ക്കുന്ന പോലെ നിങ്ങൾക്ക് ചിലയ്ക്കാമോ എന്നോ? റോർ ലൈക്ക് എ ലയൺ, സിംഹം അലറുന്നത് പോലെ അലറാമോ?
മ്യാവോ ലൈക്ക് എ ക്യാറ്റ്, ഒരു പൂച്ചയെ പോലെ മ്യാവോ സൗണ്ട് പുറപ്പെടുവിക്കാമോ? ബസ് ലൈക്ക് എ ബി, ഒരു തേനീച്ചയുടെ ബസ്സിങ് സൗണ്ട് പുറപ്പെടുവിക്കാൻ പറ്റുമോ? ക്വാക്ക് ലൈക്ക് എ ഡക്ക്, ഒരു താറാവിനെ പോലെ ക്വാക്കിംഗ് സൗണ്ട് പുറപ്പെടുവിക്കാൻ പറ്റുമോ? ഇതൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. അതൊക്കെ എളുപ്പമല്ലേ? ലെറ്റസ് റൈറ്റ്, നമുക്ക് എഴുതാം. എ ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്, താഴെ പറയുന്ന ചോദ്യങ്ങളുടെ ഉത്തരം പറയുക, ആൻസർ ചെയ്യണം. ഹൂ ഫർഗോട്ട് ഹിസ് നെയിം, ആരാണ് പേര് മറന്നുപോയത്? ദ ലിറ്റിൽ ഫ്ലൈ ഫർഗോട്ട് ഹിസ് നെയിം, അതാ ഉത്തരം. ദ ലിറ്റിൽ ഫ്ലൈ ഫർഗോട്ട് ഹിസ് നെയിം എന്നാ പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് യുവർ നെയിം, നിൻ്റെ പേരെന്താണ്, അല്ലെ നിങ്ങളുടെ പേരെന്താണ്? അങ്ങനെ പറയുമ്പോൾ നമ്മളെന്താ പറയുക? മൈ നെയിം ഈസ് എന്ന് പറഞ്ഞ ശേഷം നിങ്ങളുടെ പേര് പറഞ്ഞാൽ മതി. മൈ നെയിം ഈസ് ശിവകുമാർ, മൈ നെയിം ഈസ് ശ്രീല എന്നൊക്കെ അങ്ങ് പറയണം. അവനവൻ്റെ പേരാണ് അവിടെ പറയേണ്ടത് കേട്ടോ. ഇനി മൂന്നാമത്തേത്, വെൻ ദ ഫ്ലൈ ഫർഗോട്ട് ഹിസ് നെയിം ഹൂ ഓൾ ഡിഡ് ദ ഫ്ലൈ ആസ്ക്, പേര് മറന്നുപോയപ്പോഴേ ആരോടൊക്കെയാണ് ചോദിച്ചത്? വെൻ ദ ഫ്ലൈ ഫർഗോട്ട് ഹിസ് നെയിം, ഈച്ച തൻ്റെ പേര് മറന്നുപോയപ്പോൾ ഹൂ ഓൾ ഡിഡ് ദ ഫ്ലൈ ആസ്ക്, ആരോടൊക്കെയാണ് പേരിനെ പറ്റി ചോദിച്ചത്? ദ ഫ്ലൈ ആസ്റ്റ് an ant, tree, cow, grass and leaf. അതാ ഇത്രയും കാര്യങ്ങളുണ്ടല്ലേ. ദ ഫ്ലൈ ആസ്റ്റ് ant, tree, cow, grass and leaf. ഇനിയും അടുത്തത് ബി, കംപ്ലീറ്റ് ദ ഫോളോവിങ് സെൻറ്റൻസസ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ഹെൽപ്പ് ബോക്സ്. എന്താ പറഞ്ഞത്? കംപ്ലീറ്റ് ദ ഫോളോവിങ് സെൻറ്റൻസസ്, ഈ സെൻറ്റൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ഹെൽപ്പ് ബോക്സ്, ഹെൽപ്പ് ബോക്സിൽ നിന്ന് യോജിച്ച വാക്കെടുത്തിട്ട് വേണം പൂരിപ്പിക്കാൻ. ഹെൽപ്പ് ബോക്സിൽ എന്തൊക്കെയുണ്ട്? ലീഫ് ഇല, ട്രീ മരം, ഗ്രാസ് പുല്ല്, കൗ പശു, ഫ്ലൈ പറക്കുക. അപ്പോൾ അതിൽ ഓരോന്ന് തിരഞ്ഞെടുത്ത് നമ്മൾ താഴെ ഫില്ല് ചെയ്യണം. നമുക്ക് നോക്കാം. ഒന്ന്, വൺ ദ ആൻഡ് സച്ച്, ഉറുമ്പ് പറഞ്ഞു ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. യു മേ ആസ്ക് ഡാഷ് ഐ ക്ലൈം, അവിടെ ട്രീ എന്നാണ് ചേർക്കേണ്ടത്. യു മേ ആസ്ക് ദ ട്രീ ഐ ക്ലൈം, അതാ പറയണ്ട കേട്ടോ, ട്രീ ആണ് അവിടെ ചേർക്കേണ്ടത്. രണ്ടാമത്തത്, ദ ട്രീ സച്ച് ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. യു മേ ആസ്ക് ദ കൗ സ്ലീപ്പിംഗ് അണ്ടർ മൈ ഷെയ്ഡ്, അവിടെ കൗ എന്നാണ് ചേർക്കേണ്ടത്. മരം പറഞ്ഞു എനിക്കറിയില്ല. യു മേ ആസ്ക് ദ കൗ സ്ലീപ്പിംഗ് ഇൻ മൈ ഷെയ്ഡ്, എൻ്റെ തണലത്ത് കിടന്നുറങ്ങുന്ന പശുവിനോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ചേർക്കേണ്ടത് കൗ എന്നാണ്. രണ്ടാമത്തടുത്ത് കൗ ആണ്. മൂന്നാമത്തത് നോക്കാം. ദ കൗ സെറ്റ് ഐ ഡോണ്ട് നോ, യു മേ ആസ്ക് ദ ഗ്രാസ് ഐ ഈറ്റ്, അവിടെ ഗ്രാസാണ് ചേർക്കേണ്ടത്. ദ കൗ സെറ്റ്, കൗ പറഞ്ഞു ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. യു മേ ആസ്ക് ദ ഗ്രാസ് ഐ ഈറ്റ്, ഞാൻ തിന്നുന്ന ഗ്രാസിനോട് ചോദിച്ചാൽ മതി, പുല്ലിനോട് ചോദിച്ചാൽ മതി. അപ്പോൾ അവിടെ മൂന്നാമത്തത് ഗ്രാസ് ആണ് ഉത്തരം. നാലാമത്തത്, ദ ഗ്രാസ് സെറ്റ് ഐ ഡോണ്ട് നോ, യു മേ ആസ്ക് ദ ലീഫ് ഫോളൻ ഓൺ മീ. അപ്പോൾ ഗ്രാസ് പറഞ്ഞു നാലാമത് കേട്ടോ. ദ ഗ്രാസ് സെറ്റ് ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. യു മേ ആസ്ക് ദ ലീഫ് ഫോളൻ ഓൺ മീ, എൻ്റെ പുറത്ത് വീണ് കിടക്കുന്ന അല്ലെ എൻ്റെ മേൽ വീണ് കിടക്കുന്ന ലീഫിനോട് ചോദിച്ചാൽ മതി പറഞ്ഞു. അവിടെ ഉത്തരം ലീഫാണ്. നാലാമത് ലീഫാണ്. അഞ്ചാമത്തത് നോക്കാം. സീയിങ് ദ ലീഫ്, ഇല കണ്ടിട്ട് ഡാഷ് ദ ഫ്ലൈ റിമെമ്പേർഡ് ഹിസ് നെയിം. സീയിങ് ദ ലീഫ് ഫ്ലൈ, ദ ഫ്ലൈ റിമെമ്പേർഡ് ഹിസ് നെയിം, അവിടുത്തെ ഉത്തരം ഫ്ലൈ എന്നില്ലേ. ഹെൽപ്പ് ബോക്സിലെ ഫ്ലൈ ആണ് ഇവിടെ ചേർക്കേണ്ടത്. അഞ്ചാമത്തതിൻ്റെ ഉത്തരം ഫ്ലൈ ആണ്. നമുക്ക് അടുത്തത് നോക്കാം. ലെറ്റസ് ഡു, നമുക്കിത് ചെയ്യാം. എന്താ ചെയ്യേണ്ടത് നോക്കാം. എ, ദിസ് ഈസ് എ സ്റ്റോറി, ഇതൊരു കഥയാണ്. ക്യാൻ യു സീ ദ പിക്ചർ ഓഫ് എ ലീഫ് ഇൻ ദ സ്റ്റോറി, ഈ കഥയിൽ ഇടയ്ക്കിടയ്ക്ക് പടം വരച്ചിട്ടുണ്ടോ, ഇലയുടെ പടം. സേ ദ വേർഡ്സ് ഗിവ് മീ വെൻ യു സീ ദി ലീഫ്, ആ ലീഫിൻ്റെ പടം കാണുമ്പോഴേ നിങ്ങൾ ഗിവ് മീ എന്നാണ് വായിക്കേണ്ടത് കേട്ടോ. ടു കംപ്ലീറ്റ് ദ സ്റ്റോറി, ഈ കഥ തീർക്കണമെന്നുണ്ടെങ്കിൽ ലീഫിൻ്റെ പടം ഉള്ളിടത്തൊക്കെ ഗിവ് മീ എന്ന് വേണം വായിക്കാൻ. ഒന്ന്, എ ക്യാറ്റ് സെറ്റ് ദ കൗ, പൂച്ച പശുവിനോട് പറഞ്ഞു പ്ലീസ്, പിന്നെ ലീഫിൻ്റെ പടമല്ലേ അവിടെ ഗീവ് മീ എന്ന് ഇറങ്ങി. പ്ലീസ് ഗീവ് മീ സം മിൽക്ക്, എനിക്കല്പം പാല് തരാൻ ആരാ പറഞ്ഞത്? ക്യാറ്റ് സെറ്റ് ദ കൗ. അപ്പോൾ അവിടെ
നമുക്ക് ചേർക്കേണ്ടത് ലീഫിൻ്റെ പഴമെടുത്ത് ഗീവ് മീ എന്ന് എഴുതി ചേർക്കണം. മനസ്സിലായില്ലേ? രണ്ടാമത്തെ, വാട്ട് വിൽ യു ഗീവ് മീ ആസ് ദ കൗ. വിൽ യു ഗീവ് മീ ദ ഗ്രാസ്. അപ്പോൾ അവിടെ രണ്ട് സ്ഥലത്ത് ഗീവ് മീ ചേർക്കണം. വാട്ട് വിൽ യു ഗീവ് മീ, നീ എനിക്ക് എന്നാ തരും? ആസ് ദ കൗ, പശു ചോദിച്ചു. വിൽ യു ഗീവ് മീ ഗ്രാസ്, നീ എനിക്ക് പുല്ല് തരുമോ എന്നാണ് ചോദിച്ചത്. മൂന്നാമത്തെ, ഐ ഹാവ് നോ ഗ്രാസ് സെഡ് ദ ക്യാറ്റ്. പൂച്ച പറഞ്ഞു എനിക്ക് പുല്ലൊന്നുമില്ല. 4, വിൽ യു ഗീവ് മീ വാട്ടർ, നീ എനിക്ക് വെള്ളം തരുമോ? ആസ് ദ കൗ, പശു ചോദിച്ചു. അഞ്ചാമത്തത്, ഐ ഹാവ് നോ വാട്ടർ, എനിക്ക് വെള്ളമൊന്നുമില്ല, എനിക്ക് വെള്ളമില്ല. സെഡ് ദ ക്യാറ്റ്, പൂച്ച പറഞ്ഞു. ബട്ട് ഐ വിൽ സേ താങ്ക് യു ഇഫ് യു ഗീവ് മീ മിൽക്ക്. അപ്പോൾ എന്താ പറയുന്നത്? ഞാൻ നിന്നോട് നന്ദി എന്ന് പറയാം എനിക്ക് പാൽ തരികയാണെങ്കിൽ. അതാ. പിന്നെ അടുത്ത 6, ഗുഡ് സെഡ് ദ കൗ, ശരി, നല്ലത്. ആരാ പറഞ്ഞത്? കൗ പറഞ്ഞു. ദെൻ ഐ വിൽ ഗീവ് യു മിൽക്ക്, ഞാൻ നിനക്ക് പാൽ തരാം. നൗ റൈറ്റ് ദ വേർഡ്സ് ഗീവ് മീ നെക്സ്റ്റ് ദ ലീഫ്, അവിടെ എല്ലാം എഴുതി ചേർക്കണം കേട്ടോ. അടുത്തത് പ്രോജക്റ്റ് വർക്കുണ്ട്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് യുവർ നെയിം. നമ്മുടെയൊക്കെ പേരിന് ഒരു അർത്ഥമുണ്ട്, അപ്പോൾ അത് കണ്ടുപിടിക്കണം. ക്യാൻ യു ഫൈൻഡ് ഔട്ട്, ടെൽ ഇറ്റ് ടു ദ ക്ലാസ്. ഓരോരുത്തർക്കും അവരവരുടെ പേരിന് ഓരോ അർത്ഥം കാണും. ആ അർത്ഥം ഒന്ന് കണ്ടുപിടിച്ച് പറയണം ക്ലാസ്സിൽ, കേട്ടോ. ലെറ്റ് us സ്പീക്ക്, നമുക്ക് പറയാം. ലുക്ക് അറ്റ് ദ പിക്ചർ, റീഡ് ദ വേർഡ്സ് ബിലോ ഈച്ച് പിക്ചർ. ഓരോ പടത്തിനും താഴെ ഓരോ വേർഡ്സ് കൊടുക്കുന്നത് വായിക്കണം നമുക്ക്. അപ്പം അത് BL എന്ന് ചേർത്തിട്ടുണ്ട്. BL ചേർത്ത് എന്തൊക്കെയാണ് വരുന്നത്? BLUE ബ്ലൂ, BLACK ബ്ലാക്ക്, BLANKET ബ്ലാങ്കറ്റ്. ഇപ്പം ബ്ലാ എന്നൊരു ഉച്ചാരണം വരണമെങ്കിൽ BL ചേർക്കണം. ബ്ലൂ, ബ്ലാക്ക്, ബ്ലാങ്കറ്റ്, ബ്ലൂ, ബ്ലാക്ക്, ബ്ലാങ്കറ്റ്. അവിടെ എല്ലാം BL കൊണ്ടാണ്. ബ്ലൂ, ബ്ലാക്ക്, ബ്ലാങ്കറ്റ്. അപ്പോൾ ആ സ്പെല്ലിങ് നിങ്ങൾ പഠിച്ചിരിക്കണം, ആ ഉച്ചാരണം പഠിച്ചിരിക്കണം. അടുത്തതോ PL ചേർത്ത പ്ലാന്ന, പ്ലം, പ്ലേറ്റ്, പ്ലാന്റ്. PL ചേർത്ത PLUM പ്ലം, PLAT പ്ലേറ്റ്, PLANT പ്ലാന്റ്. അപ്പോൾ പ്ലം, പ്ലേറ്റ്, പ്ലാന്റ് എന്ന് എഴുതുമ്പോൾ PL കൊണ്ടാണ് തുടങ്ങുന്നത്, അത് ഓർത്തിരിക്കണം. റൈറ്റ് സെൻറ്റൻസസ് യൂസിങ് വേർഡ്സ് ഗിവൺ എബവ്, അത് ചേർത്തൊരു സെൻറ്റൻസ് ഒക്കെ എഴുതാം. വൺ ഹാസ് ഡൺ ഫോർ യു എന്നിരിക്കുന്നു. ഒന്ന് എഴുതിയിട്ടുണ്ട്. രോഹിത് ഹാസ് എ ബ്ലൂ ബ്ലാങ്കറ്റ്. ബ്ലൂ ബ്ലാങ്കറ്റ്, രോഹിതിനൊരു ബ്ലൂ ബ്ലാങ്കറ്റ് ഉണ്ടെന്നാണ്. അപ്പം അടുത്തത് ഓരോന്ന് ഇതുപോലെ പറയണമെന്നാണ് പറയുന്നത്. പുട്ട് ദാറ്റ് പ്ലം ഇൻ ദാറ്റ് പ്ലേറ്റ്. പുട്ട് ദാറ്റ് പ്ലം ഇൻ ദി പ്ലേറ്റ് എന്നും പറയാം. അടുത്തത് പ്ലം പ്ലാന്റ് ഗീവ്സ് അസ് പ്ലം എന്ന് പറയാം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായ കുട്ടികളെ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.